വെൽക്കം ബാക്ക് ടു ലേണിനോ. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ്ഡ് ടു എ ടി, ഇറ്റ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർ എസ് ഗ്രേറ്റർ ദാൻ എ ഈസ് ഗിവൺ ബൈ. ഓപ്ഷൻസ് നോക്കാം. എ ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് എ, റൂട്ട് പൈ ബൈ 2 ഇൻറ്റു എസ് മൈനസ് എ, 1 ബൈ എസ് മൈനസ് എ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ്ഡ് ടു എ ടി, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ചിലർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, കാരണം കുറെ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ജനറൽ ആയിട്ടുള്ള കുറെ എണ്ണം നമുക്ക് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കാം, ചെയ്ത് നോക്കണമെന്നില്ല. ഇനിയിപ്പോ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റെപ്സ് അറിയാം. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ്ഡ് ടു എ ടി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ പറയുക, ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ്ഡ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം അല്ലെ. എഫ് ഓഫ് ടിക്ക് ഇ റേസ്ഡ് ടു എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ്ഡ് ടു മൈനസ് എസ് ടി ഇ റേസ്ഡ് ടു എ ടി ഡി ടി എന്ന് വരും. ഇയുടെ പവറിലുള്ള രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ്ഡ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടി എന്ന് കിട്ടും. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ്ഡ് ടു മൈനസ് എസ് മൈനസ് എ ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് എ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. 0 ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് മൈനസ് 1 ബൈ എസ് മൈനസ് എ, 0 മൈനസ് 1, അതായത് 1 ബൈ എസ് മൈനസ് എ. എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ്ഡ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ബൈ എസ് മൈനസ് എ എന്ന് പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെയും റാമ്പ് ഫംഗ്ഷൻ, അങ്ങനത്തെ കുറച്ച് ഫംഗ്ഷൻസിന്റെ ഒക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് 1 ബൈ എസ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ 1 ബൈ എസ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അടുത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ is equal to f of t. Assume that y of 0 is equal to 5, y dash of 0 is equal to 10, y of s and f of s are the Laplace transform of y of t and f of t. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഒപ്പം ഇനിഷ്യൽ കണ്ടീഷൻസും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ ഇത് ഏതാണ്? ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ is equal to f of t എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ എഴുതാം, അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അത് ഇനിഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാം? y ഡബിൾ ഡാഷ് എന്നുള്ളത് എസ് സ്ക്വയർ വൈ ഓഫ് എസ് മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് എ ഇൻറ്റു വൈ ഡാഷ് എന്നുള്ളത് നോക്കൂ, എസ് വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0 പ്ലസ് ബി വൈ ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് എന്ന് എഴുതാം അല്ലെ. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനിഷ്യൽ കണ്ടീഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. y ഓഫ് 0 5 എന്നും y ഡാഷ് ഓഫ് 0 10 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് സ്ക്വയർ വൈ ഓഫ് എസ് മൈനസ് 5s മൈനസ് 10 പ്ലസ് എ എസ് വൈ ഓഫ് എസ് മൈനസ് 5. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അത്രേ വേണ്ടൂ. കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് ഓപ്ഷൻ കണ്ടുപിടിക്കുക. ഇതിലെ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് എങ്ങനെയാ ചെയ്യാന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ എഴുതുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ഇനിഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി is s by s സ്ക്വയർ മൈനസ് 4. ദെൻ എഫ് ഓഫ് ടി എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നിട്ട് ഫംഗ്ഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ചില കോമൺ ആയിട്ടുള്ള ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നോക്കൂ, എൽ ഇൻവേഴ്സ് ഓഫ് കോസ് എച്ച് ഒമേഗ ടി, കോസ് എച്ച് ഒമേഗ ടിയുടെ ആണ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരുന്നത്. അപ്പൊ അവിടെ ഒമേഗയ്ക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് വരും. അതാണ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 4 എന്ന് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് കണ്ട് മനസ്സിലാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ കോസിന്റെയും സൈനിന്റെയും അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസിന്റെ ഒക്കെ നമ്മൾ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സൈനിന്റെയും സൈൻ എച്ചിന്റെയും കോസിന്റെയും കോസ് എച്ചിന്റെയും. ഓക്കെ, അപ്പൊ അത് ഒരു ടേബിൾ ആക്കിക്കൊണ്ട് തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? കോസ് എച്ച് 2t ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 3 ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം തന്ന ഫംഗ്ഷൻ കാണാൻ തന്നെയാണ് അടുത്തൊരു ചോദ്യം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം പെയർസ് ആണ്. അതായത് ഇ റേസ് ടു മൈനസ് എ ടിയുടെ 1 ബൈ എസ് പ്ലസ് എന്നും ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് എ ടിയുടെ എൻ ഫാക്ടോറിയൽ ബൈ എസ് പ്ലസ് എ ഹോൾ റേസ് ടു എൻ പ്ലസ് 1 ആണെന്നും അറിഞ്ഞിരിക്കണം. ഈ എസ് പ്ലസ് 3 ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 ഉള്ളത് നമ്മൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ആൻസറും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് എന്താ ചെയ്യുന്നത് നോക്കൂ, ഒന്ന് അറേഞ്ച് ചെയ്യുക. അതായത് എസ് പ്ലസ് 3
ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 എന്ന് പറയുന്നത് ആക്ച്വലി a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ നമുക്ക് എഴുതാലോ, s പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. അപ്പോൾ എന്ത് വരും, s പ്ലസ് 3 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നാവും. ഇനി എന്താ ചെയ്യുക, ഇതിനെ ഒന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് മുകളിലുള്ള ന്യൂമറേറ്ററിലുള്ള s പ്ലസ് 3 എന്നുള്ളതിനെ നമുക്ക് s പ്ലസ് 1 പ്ലസ് 2 എന്ന് എഴുതാലോ. 1 പ്ലസ് 2 3 അല്ലേ. അപ്പൊ അതില് s പ്ലസ് 1 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ളത് ഒരു ടേമും അതിനുശേഷം 2 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ളത് വേറൊരു ടേമും ആക്കി നമ്മൾ മാറ്റി. ഇനി എന്താ ചെയ്യണേ നോക്കൂ, ഇതിനകത്ത് നമുക്ക് ഇതിനെ ഇനി നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടേം അങ്ങനെ തന്നെ 2 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ള ടേമിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. s പ്ലസ് 1 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്താണ്, മുകളിലും താഴും ഒരു ടേം പോയി കഴിഞ്ഞാൽ 1 ബൈ s പ്ലസ് 1 ആയില്ലേ. അപ്പൊ നോക്കൂ, ഇവിടെ ഫസ്റ്റത്തെ 1 ബൈ s പ്ലസ് എയുടെ e റേസ് ടു മൈനസ് at ആണെങ്കിൽ 1 ബൈ s പ്ലസ് 1 എന്തായിരിക്കും, e റേസ് ടു മൈനസ് t. അത് അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഓക്കെ, ഇനി 2 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും നോക്കൂ, നമുക്ക് ഇവിടെ n ഫാക്ടോറിയൽ ബൈ s പ്ലസ് എ ഹോൾ റേസ് ടു n പ്ലസ് 1 എന്നുള്ള t റേസ് ടു n e റേസ് ടു മൈനസ് at ആണ്. ഏകദേശം ആ ഫോർമാറ്റിലാണ് ഇവിടെ ഈ ഒരു ടേം ഉള്ളത്. 2 എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തിയാൽ 1 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ n പ്ലസ് 1 ആണ് 2, അപ്പൊ n എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, അതിനെ n ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ t e റേസ് ടു മൈനസ് t അല്ലെ. a എന്ന് പറയുന്നത് 1 ആണ്, അപ്പൊ 2t e റേസ് ടു മൈനസ് t. അപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ടഫ് ആയിട്ട് തോന്നും. കറക്റ്റ് ആൻസർ വരുന്നത് e റേസ് ടു മൈനസ് t പ്ലസ് 2t e റേസ് ടു മൈനസ് t ആണ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റേസ് ടു at cos omega t. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. e റേസ് ടു at cos omega t യുടെ നമുക്ക് വരുന്നത് e റേസ് ടു മൈനസ് at cos omega t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇറ്റ് ഈസ് s മൈനസ് a ബൈ s മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഒപ്പം തന്നെ അറിഞ്ഞിരിക്കുക cos omega t യുടെ s ബൈ s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അതിൽ നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുമ്പോഴാണ് നമുക്ക് അതായത് e റേസ് ടു at f ഓഫ് t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം f ഓഫ് s മൈനസ് a ആയതുകൊണ്ടാണ് e റേസ് ടു at cos omega t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് വരുന്നത്, s മൈനസ് a ബൈ s മൈനസ് a ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വരുന്നത്. ഇതേപോലെ തന്നെ സൈൻ ഒമേഗ ടിയുടെയും e റേസ് ടു at സൈൻ ഒമേഗ ടിയുടെയും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f ഓഫ് t ഈക്വൽ ടു e റേസ് ടു 2t സൈൻ 5t u ഓഫ് t എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ കോസിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, e റേസ് ടു 2t സൈൻ 5t u ഓഫ് t ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഫസ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം സൈൻ 5t u ഓഫ് t എന്താണ് എന്ന് നോക്കാം. അതെന്ന് പറയുന്നത് 5 ബൈ s സ്ക്വയർ പ്ലസ് 25 ആണ് നമുക്ക് വരിക. ഇനി അതിന്റെ ഒപ്പമാണ് എന്തും കൂടെ വരുന്നത്, e റേസ് ടു 2t എന്ന് വരുന്നത്. അപ്പൊ നമുക്കറിയാം e റേസ് ടു at x ഓഫ് s എന്ന് പറഞ്ഞാൽ x ഓഫ് s മൈനസ് a ആണ്. അപ്പോ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, e റേസ് ടു 2t എന്നുള്ളത് 5 ബൈ s മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 25 എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക്, അങ്ങനെ ഒരു ആൻസർ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തിട്ടാണ് അവിടെ ആൻസർ കിടക്കുന്നത്. s മൈനസ് 2 ദ ഹോൾ സ്ക്വയർ a മൈനസ് b ഹോൾ സ്ക്വയർ എന്നുള്ള ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 5 ബൈ സ്ക്വയർ മൈനസ് 4s പ്ലസ് 29. ഇത് തന്നെ ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് del ഓഫ് t ആണ്. നേരത്തെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇത് പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് 1. del ഓഫ് t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ലാപ്ലേസ് ട്രാൻസ്ഫോം x to n. ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ്, function is of exponential order, the function is piecewise discrete, and the function is of differential order. അപ്പോൾ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാൻ രണ്ട് കണ്ടീഷൻസ് ആണ്. the function is piecewise continuous and the function is of exponential order. എയും ബിയും ആണ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ is option A. Next one, according to the time shifting property of Laplace transform, shifting the signal in time domain corresponds to multiplication by e raised to minus st0 in the time domain, multiplication by e raised to minus st0 in the frequency domain, multiplication by e raised to st0 in the time domain, and multiplication by e raised to st0 in the frequency domain. Laplace transform, അതായത് time shifting property യിൽ shifting in signal in time domain എന്തിന് കറസ്പോണ്ട് ചെയ്യണു എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഫ്രീക്വൻസി ഡൊമൈനിൽ എന്താണെന്നാണ് ആക്ച്വലി അതിൽ ഉദ്ദേശിക്കുന്നത്. It will be multiplication by e raised to minus st in the frequency domain. Option B is the correct answer. Next one, unilateral Laplace transform is applicable for the determination of linear constant coefficient differential equation with
Zero initial condition, non-zero initial condition, zero final condition, and non-zero final condition. It is non-zero initial condition, option B. What should be location of poles corresponding to ROC for bilateral inverse Laplace transform, especially for determining nature of time domain signal? അപ്പോൾ ചോദിക്കുന്ന what should be the location of poles? പോൾസിന്റെ ലൊക്കേഷൻ ആണ് ചോദിക്കുന്നത് ഫോർ ബൈലാറ്ററൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. പ്രത്യേകിച്ച് ടൈം ഡൊമൈൻ സിഗ്നലിന്റെ നാച്ചർ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് രണ്ട് സൈഡ്സിലും ROCയുടെ രണ്ട് സൈഡ്സിലും ആവാന്നുള്ളതാണ്. ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ROC ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ജനറലി ദ കൺവല്യൂഷൻ പ്രോസസ് അസോസിയേറ്റഡ് വിത്ത് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻ ടൈം ഡൊമൈൻ റിസൾട്ട്സ് ഇൻ എന്തായിരിക്കും? കോംപ്ലക്സ് ഫ്രീക്വൻസി ഡൊമൈനിൽ എങ്ങനെയായിരിക്കും? അതായത് ടൈം ഡൊമൈനിലെ കൺവല്യൂഷൻ കോംപ്ലക്സ് ഫ്രീക്വൻസി ഡൊമൈനിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് മാറുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പ്രോപ്പർട്ടിയിൽ. സോ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ഇൻ കോംപ്ലക്സ് ഫ്രീക്വൻസി ഡൊമൈൻ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാൻ ബി ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് മെത്തേഡ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഫംഗ്ഷൻ ഫ്രം ടൈം ഡൊമൈൻ ടു എസ് ഡൊമൈൻ. അത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഫംഗ്ഷൻ ഫ്രം ടൈം ഡൊമൈൻ ടു എസ് ഡൊമൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.